നമസ്കാരം, ഞാൻ പ്രവീൺ പ്രേംകുമാർ. നിങ്ങളെന്നെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാനിന്നിപ്പോൾ യു കെയിലാണ്. യു കെയിലെത്തിയിട്ട് ഇപ്പോൾ 2 കൊല്ലത്തോളമായി. 2 കൊല്ലമായിട്ട് യു കെ പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഫാമിലി ഇവിടെയാണ്, കുഞ്ഞുണ്ട്, 15 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് യു കെ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ, സംതൃപ്തിയുള്ള ഒരു ജീവിതമാണ്. യു കെയിലെത്തിയിട്ട് ഞാൻ കുറച്ചധികം ജോലികൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു കെയർ ഹോമിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഞാൻ ഒക്കാഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഡെലിവറി ഡ്രൈവർ ആയെന്നല്ല, യു കെ ഒക്കെ മൊത്തം ഒന്ന് കറങ്ങാലോ, ശമ്പളവും കിട്ടും. നമ്മളൊരു വാൻ എടുത്തിട്ട് മിഡ്ലാൻഡ്സ്, ഓക്സ്ഫോർഡ്, ബർമിംഗ്ഹാം, വോർസെസ്റ്റർ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ കൺട്രി സൈഡിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരം ആ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടി. അത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ പറ്റി അധികമൊന്നും അങ്ങനെ ഇറങ്ങി ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇടപെടാനോ ഒന്നും ഒരു അവസരം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ജോലിയും വീട് ജോലി അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു എന്നല്ലേ, ഞാനിന്നിപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അഡ്വൈസറായി. എന്തുകൊണ്ട് ഞാൻ പ്രൊട്ടക്ഷൻ അഡ്വൈസറായി എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഞാനിവിടെ യു കെയിലെത്തി 2ാമത്തെ മാസം തന്നെ ഈ ഇൻഷുറൻസ് പോളിസി അങ്ങ് എടുത്തു. കാരണം നാട്ടിലെനിക്ക് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ടായിരുന്നു, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഡിപ്പെൻഡൻസിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളില്ലെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ. പക്ഷേ യു കെയിലെത്തിയപ്പോഴത്തേക്കും യു കെയിൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നമുക്ക് എല്ലാവരും അടുത്തുണ്ട്. നമ്മുടെ അച്ഛൻ, അമ്മ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാനോ ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷേ യു കെയിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, നമ്മുടെ കമ്മ്യൂണിറ്റി അടുത്തുണ്ടാവാം, ഇതില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം പൊതുവേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ എല്ലാവരുടെ ജീവിതവും ബിസിയാണ്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം സഹായിക്കാനാണെങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ട്. അപ്പം നമ്മുടെ കാര്യം നമ്മൾ തന്നെ സേഫ് ഗാർഡ് ചെയ്തേ പറ്റുള്ളൂ യു കെയിൽ. കാരണം ഇപ്പോൾ ഒരു മാസം നമ്മൾ ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വരുമാനമില്ലെങ്കിൽ നമ്മുടെ ബിൽസും കാര്യങ്ങളൊക്കെ മുടങ്ങും, നമ്മൾ കടത്തിലാവും. പിന്നെ കടം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടി വരും. അങ്ങനെ 2-3 മാസമൊക്കെ അങ്ങ് ആയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സംഭവം കംപ്ലീറ്റ് പോവും. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ പറ്റിയ കാര്യം എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിക്കൊണ്ടാണ് ഞാൻ ഈ പ്രൊട്ടക്ഷൻ അഡ്വൈസിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് തിരിഞ്ഞത്. കാരണം ഈ ഒരു മേഖലയിൽ ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു പരിജ്ഞാനം വളരെ വളരെ കുറവാണെന്നുള്ളത് എൻ്റെ ഒരു തിരിച്ചറിവായിട്ട് മാറി. കാരണം പലരിടത്തും ചോദിക്കുമ്പോഴും അവർക്കൊന്നും ഇൻഷുറൻസിനെ പറ്റി അറിയത്തില്ല. ഒന്നെങ്കിൽ ഒരു വീട് വാങ്ങിക്കുമ്പോൾ മോർഗേജ് അഡ്വൈസർ പറയുക, അല്ലെങ്കിൽ ബാങ്കുകാർ ചോദിക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അത് അല്ലാതെ എനിക്കൊരു ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന വളരെ 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 കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അറിയാവുന്നവർ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ അവർ മുന്നോട്ട് വന്നാൽ ഇൻഷുറൻസ് പോളിസീസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ പൊതുവേ ഒരു മെജോറിറ്റി ഓഫ് മലയാളികളും നമ്മളതിനെപ്പറ്റി ചിന്തിക്കാറില്ല. എപ്പോഴും ഇപ്പം യങ്ങായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇപ്പോൾ വർക്ക് വിസയിലേക്ക് മാറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ല. കാരണം യങ്ങാണ്, അസുഖങ്ങളൊന്നും വരാറായിട്ടില്ല, ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളൊന്നും അധികം ഇല്ല. പക്ഷേ ഇൻഷുറൻസ് എന്ന് പറയുന്ന പരിപാടി യങ്ങായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു പോളിസി എടുക്കുന്നതും ഏജ് കൂടി പോളിസി എടുക്കുന്നതും തമ്മിൽ ആനയാടിന് വ്യത്യാസമുണ്ട്. യങ്ങായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പൂച്ചക്കുട്ടിയെ വാങ്ങിക്കുന്ന ഒരു പൊട്ടുസൂചി വാങ്ങിക്കുന്ന പൈസയാവുള്ളെങ്കിൽ കുറച്ചും കൂടെ പ്രായം കൂടും തോറും അതൊരു മൺവെട്ടി വാങ്ങിക്കുന്ന പൈസയും ഒരു കോടാലി വാങ്ങിക്കുന്ന പൈസയും ചിലപ്പോൾ ഒരു JCB വാങ്ങിക്കുന്ന കാശുമൊക്കെ ആവും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എപ്പോഴും ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ യങ്ങായിട്ടിരിക്കുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഈ വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് യു കെയിൽ എടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് പോളിസികൾ, എന്തുകൊണ്ട് നിങ്ങൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം, ഇനി ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ചിലവല്ലേ, ഇതെങ്ങനെ മേക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ഒരു എമൗണ്ട് ഞാൻ മന്ത്ലി ഇൻഷുറൻസ് പോളിസികൾക്ക് കൊടുക്കണം. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ എടുക്കാറുള്ളത് ടേം ഇൻഷുറൻസ് എന്ന് പറയും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ഉള്ളതായിരിക്കും.
ഇപ്പം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ LIC ഫോർ എക്സാമ്പിൾ LIC ഒക്കെ എന്ന് പറയുന്നത് നമ്മളൊരു 30 വർഷം അല്ലെങ്കിൽ 15 വർഷം മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നു, നമ്മളത് വാങ്ങിച്ച് പുട്ടടിക്കുന്നു. അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഇൻഷുറൻസ് അങ്ങനെയല്ല. ഇത് നോ ക്യാഷ് ഇൻ വാല്യൂ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. നിങ്ങൾക്കിത് ക്യാഷ് ഇൻ വാല്യൂ ഉള്ളൊരു പരിപാടിയേ അല്ല. ഇത് ജസ്റ്റ് പ്രൊട്ടക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ഇൻഷുറൻസ് പോളിസികൾ കൊണ്ടുള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോകളിലൂടെയൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ ബോറടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വരുന്ന വീഡിയോകളിലൂടെ ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരെയും ബൈ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഇൻഷുർഡ്. ടാറ്റ.